നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അരിസ്റ്റോട്ടിൽ. കഴിഞ്ഞ 2 യൂണിറ്റുകൾ നമ്മൾ സോക്രട്ടീസിനെ കുറിച്ചും പ്ലാറ്റോയെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോന്നിരുന്നത്. ഇനി നമ്മൾ പ്ലാറ്റോയുടെ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിലിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം ജനിക്കുന്നത് 384 BC-യിലാണ്. ഗ്രീസിൽ തന്നെയാണ് ജനിക്കുന്നത്. പ്ലാറ്റോയുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ മഹാനായ അലക്സാണ്ടറുടെ ഗുരു കൂടിയാണ് അരിസ്റ്റോട്ടിൽ. ഇദ്ദേഹത്തിന്റെ മരണം 322 BC-യിലാണ്. പ്ലാറ്റോയുടെ അക്കാഡമി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് വിദ്യാകേന്ദ്രത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അക്കാഡമിയിലെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. 20 വർഷക്കാലം ഇദ്ദേഹം അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം ഈ അക്കാഡമിയുടെ ഒക്കെ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് ലൈസിയം എന്ന ഒരു വിദ്യാലയം ഇദ്ദേഹവും ആരംഭിക്കുകയുണ്ടായി. ഈ ലൈസിയത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ ലോകത്തിലേക്ക് ഇദ്ദേഹം പകർന്നു നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിന്താ മേഖലകൾ എന്ന് പറയുന്നത് നൈതികത, അതുപോലെ യുക്തിചിന്ത, തത്വചിന്ത, രാഷ്ട്രീയം, വിജ്ഞാനം, ഈ മേഖലകളിലെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇദ്ദേഹം ശാസ്ത്രത്തിലും വലിയ തൽപരനായ വ്യക്തിയായിരുന്നു. ജീവശാസ്ത്രത്തിന്റെ പിതാവായിട്ട് ഗണിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. അതുപോലെ ഭൗതിക ശാസ്ത്രത്തിൽ വലിയ നോളജ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവായിട്ട് ഗണിക്കുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. കൂടാതെ ഈസ്തറ്റിക് സയൻസില്, കാവ്യശാസ്ത്രത്തിലൊക്കെ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് തത്വചിന്തയാണ്. തത്വചിന്തയിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു തത്വചിന്തകനായിട്ടാണ് നമ്മൾ അരിസ്റ്റോട്ടിലിനെ പരിഗണിക്കുന്നത്. അപ്പോ പ്ലേറ്റോ പറയുന്നത് രൂപങ്ങളിലെ ഒരു സത്യം, അല്ലെങ്കിൽ രൂപങ്ങളെ കോൺക്രീറ്റ്നെസ്, രൂപങ്ങളില് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ്നെസ് ഉണ്ട് എന്ന് പറയുന്ന പ്ലാറ്റോ പറയുന്നത്. എന്നാൽ അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് ഒരു ഭൗതിക ലോകത്തിലാണ്. അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ്, ഭൗതിക ലോകം തന്നെയാണെന്നാണ് അരിസ്റ്റോട്ടിലിന്റെ വിശ്വാസം. അപ്പോൾ ഓരോ വസ്തുവിന്റെ പിന്നിലും 4 കാരണങ്ങൾ ഉണ്ടെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മെറ്റീരിയൽ കോസ് ആണ്. മെറ്റീരിയൽ കോസ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഘടകങ്ങളാണ്. അതിന്റെ ഫോർമൽ ആയിട്ടുള്ള കോസ്, അതായത് അതിന്റെ ഫോർമൽ സ്ട്രക്ചർ, അതിന്റെ ഒരു പുറമേയുള്ള എന്തോ വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ രണ്ടാമത്തേത് ഫോർമൽ കോസ് ആണ്. അതായത് അതിന്റെ രൂപം, ഈ വസ്തുവിന്റെ രൂപത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. മറ്റൊന്ന് എഫിഷ്യന്റ് കോസ് ആണ്. എഫിഷ്യന്റ് കോസ് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിച്ചിരിക്കുന്നത്, ആരാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് എഫിഷ്യന്റ് കോസ് എന്നത് മീൻ ചെയ്യുന്നത്. ദെൻ ഫൈനൽ കോസ് ആണ്. ഫൈനൽ കോസ് എന്നത് ഈ ഒരു സംഭവത്തിന്റെ ലക്ഷ്യപ്രാപ്തിയാണ് ഇദ്ദേഹം ഫൈനൽ കോസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി നൈതികത അഥവാ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു നൈക്കോമേഷ്യൻ എത്തിക്സ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം, ഇതിലാണ് ഇദ്ദേഹത്തിന്റെ ചർച്ചകൾ, ഈ നൈതികതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത്. ഗോൾഡൻ മീൻ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇദ്ദേഹമായിരുന്നു. ഓരോ ഗുണത്തിനും അതിന്റെ എതിരെയും അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രവണത, ടെൻഡൻസീസ് കണ്ടുവരുമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഇപ്പോ നമുക്ക് ധൈര്യം, അതിയായിട്ടുള്ള ധൈര്യവാനല്ല, എന്നാൽ ഭീരുവായിരിക്കുന്നതും നല്ലതല്ല, അല്ലെ? അമിതമായ ധൈര്യം നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. എന്നാല് ഭയങ്കര ഭീരുവാകുന്നതും നമുക്ക് ജീവിതം വളരെയേറെ ഒട്ടും വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെയൊക്കെ മധ്യത്തിലുള്ള ഒരു ഗോൾഡൻ മീൻ ആണ് ഏറ്റവും ഒരു വ്യക്തിക്ക് ഉചിതം എന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. സോ എന്താണ് ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഉയർന്ന തലവും ഏറ്റവും താഴ്ന്ന തലവും അനുചിതമല്ല. വളരെയേറെ ധൈര്യശാലിയായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വളരെയേറെ ഭീരുവാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ധൈര്യം ഉണ്ടാവുകയുമില്ല, അതും പ്രശ്നം സൃഷ്ടിക്കും. അപ്പോൾ എന്ത് വികാരമായിക്കൊള്ളട്ടെ, എല്ലാം ഇതിന്റെ വളരെ എക്സ്ട്രീം ലെവലാകുന്നത്, ഒട്ടുമില്ലാതിരിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ഗോൾഡൻ മീൻ ആണ് നല്ലതെന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ദെൻ രാഷ്ട്രവും ഭരണതത്വവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി പൊളിറ്റിക്സ് എന്ന കൃതിയാണ്, നമുക്കറിയാം, അല്ലെ? അപ്പൊ പൊളിറ്റിക്സ് എന്ന ഇദ്ദേഹത്തിന്റെ കൃതിയിലാണ് ഇദ്ദേഹം ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടും രാഷ്ട്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തോട്ട്സ് പറയുന്നത്. ഇദ്ദേഹമാണ് മനുഷ്യനെ
മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഇനി ലോജിക്കാണ് മറ്റൊന്ന്. ലോജിക്കില് ഇദ്ദേഹം തർക്കശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അതില് സില്ലോഗിസം എന്ന തർക്ക രീതിയുടെ പിതാവാണ് അരിസ്റ്റോട്ടില്. ഇനി ശാസ്ത്രം, ജീവശാസ്ത്രത്തിന്റെയും പ്രകൃതി ശാസ്ത്രത്തിന്റെയും ഒക്കെ സ്ഥാപകനായിട്ട് ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം, അല്ലെ. അപ്പോൾ അതിന്റെയൊക്കെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്, സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അതുപോലെ സസ്യങ്ങളും ജന്തുക്കളും അതിന്റെ ഘടനകളും ഇതേക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനം, ഒരു എപ്പിസ്റ്റമോളജിക്കൽ പഠനങ്ങളൊക്കെ നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. ഇനി പോയറ്റിക്സിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടില്. അതുപോലെ ട്രാജഡിയിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ നോക്കുന്നത്. നൈക്കോമാഷ്യൻ എത്തിക്സ് എന്നൊരു കൃതിയുണ്ട്. പൊളിറ്റിക്സ്, പോയറ്റിക്സ്, മെറ്റാഫിസിക്സ്, ഫിസിക്സ്, ഓൺ ദ സോൾ, ഡി അനിമ എന്നാണ് ഈ ഓൺ ദി സോൾ എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രീക്ക് വേർഷൻ എന്ന് പറയുന്നത്. ഡി അനിമ. ഈ ഡി അനിമയാണ് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡി അനിമ. ഇനി പോളിസ് ആൻഡ് ഗുഡ് ലൈഫ്, ഇതാണ് അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഉൾപ്പെടുന്നത് ഈ ഗ്രന്ഥങ്ങളിലാണ്. പോളിസ് എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു നന്മയുള്ള ഒരു സൊസൈറ്റിയെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. അതിനെയാണ് ഇദ്ദേഹം പോളിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പോളിസ് എന്നത് നമുക്കറിയാം, ഈ പുരാതന ഗ്രീസിലെ നഗര രാജ്യങ്ങളെയാണ് പോളിസ് എന്ന് വിളിക്കുന്നത്, അല്ലെ. ഇനി സാമൂഹിക, രാഷ്ട്രീയ, ധാർമ്മിക ജീവിതത്തിലേക്ക് ഉള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ ഒരു പോളിസ്. അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തില് പോളിസ് എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള, എന്നാൽ മനുഷ്യന്റേതായിട്ടുള്ള ഒരു പ്രകൃതിദത്ത സൃഷ്ടിയാണ്. അതായത് അതിന്റെ കാരണഭൂതൻ മനുഷ്യനാണ്, പക്ഷെ പ്രകൃതിയാൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് പോളിസ് എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് ഇത് പോളിസ് ഒറ്റയ്ക്കുണ്ടായി, പ്രകൃതിയാൽ ഉണ്ടായി എന്ന് പറയുമ്പോഴും മനുഷ്യന്റെ കരങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പൊ മനുഷ്യൻ ഒരു രാഷ്ട്രീയ മൃഗമാണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പോളിസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നന്മയുള്ള ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോളിസിന്റെ ലക്ഷ്യം. അപ്പൊ വെറും സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ വെറും വ്യാപാരത്തിനോ അല്ല, മറിച്ച് മനുഷ്യന്റെ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട്, മനുഷ്യന്റെ ഒരു സമ്പൂർണതയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പോളിസ് നിലനിൽക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഗുഡ് ലൈഫ്, നന്മയുള്ള ജീവിതം, ഇദ്ദേഹത്തിന്റെ മറ്റൊരു ആശയമാണ് ഗുഡ് ലൈഫ് എന്നത്. അരിസ്റ്റോട്ടലിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് യൂഡാമോണിയ എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ. യൂഡാമോണിയ സ്പെല്ലിങ് EUDOMINIA, യൂഡാമോണിയ എന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ഒരു ആത്മസംതൃപ്തി, ഒരു വ്യക്തിയുടെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ധാർമ്മികത ഉള്ള ഒരു നന്മയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു വ്യക്തി ഒരു ശരിയായ മാർഗത്തിലല്ലാതെ സമ്പാദിക്കുന്നു, അതല്ലെങ്കിൽ ശരിയായ മാർഗത്തിലല്ലാതെ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഒരു എക്സാമിന് ഒരു കുട്ടി കോപ്പി അടിച്ച് മാർക്ക് വാങ്ങുന്നു. പക്ഷെ ആ കുട്ടിക്ക് ക്ലാസ്സില് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് ടീച്ചർ ഒരു ആൻസർ ഷീറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയിൽ സന്തോഷമുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും. അപ്പോൾ നൈതികത ഇല്ലാത്ത നേട്ടങ്ങൾക്കൊന്നും സ്ഥായിയായിട്ടുള്ള സംതൃപ്തി നൽകാൻ സാധിക്കില്ല എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ തത്വചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഇനി അരിസ്റ്റോട്ടിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വങ്ങൾ, പൊളിറ്റിക്കൽ ഫിലോസഫിയും എന്താണെന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്നാണ് ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്. ഇനി ഇദ്ദേഹം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ്, മനുഷ്യന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ പോളിസ് എന്ന ഗ്രീക്ക് നഗര രാജ്യങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ സൂചനകൾ ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു പോളിസിന്റെ, അതായത് ഒരു നഗര രാഷ്ട്രത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയോടെ ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണെന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇനി അരിസ്റ്റോട്ടലിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു ഭരണരൂപമാണ് ഇത്, ഈ ഒരു പോളിസുമായി ബന്ധപ്പെട്ട ഒരു നഗരരാഷ്ട്രങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അരിസ്റ്റോക്രാറ്റിക് റൂൾ എന്ന് പറയുന്നത്. ഇനി ഭരണഘടന എന്ന് ഇദ്ദേഹം നീതിയും നിയമവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഭരണഘടന. അപ്പൊ നീതി ഇല്ലാത്ത ഭരണഘടനയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല, അർത്ഥമില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നല്ല ഒരു ഭരണഘടന ഉണ്ടാക്കാൻ പൗരന്മാർക്ക് വലിയ പങ്കുണ്ട്. വളരെ ബുദ്ധിശാലികളായിട്ടുള്ള ധാർമ്മിക ബോധമുള്ള പൗരന്മാരാണ് ഒരു
പോളിസിന്റെ അസറ്റ് എന്ന് ഇദ്ദേഹം പറയുന്നു. നല്ല വിദ്യാഭ്യാസവും ധൈര്യവും ജ്ഞാനവും ഒക്കെ വർദ്ധിപ്പിച്ച് പൗരന്മാരെ നീതിയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യമെന്ന് ഇദ്ദേഹം പറയുന്നു. ഇനി അരിസ്റ്റോട്ടലിന്റെ ഒരു പൊളിറ്റിക്കൽ തോട്ട്സിന്റെ ഒരു ക്യാരക്ടർ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് അതിനൊരു പ്രായോഗികതയുണ്ട്. അത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു സമ്പൂർണതയുണ്ട്. ധാർമ്മികമായിട്ട് മനുഷ്യന്റെ ധാർമ്മിക ഉന്നമനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. അതിനൊരു സമ്പൂർണത ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ വിവിധ തരത്തിലുള്ള ഭരണരൂപങ്ങൾ തമ്മിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു സിങ്കിങ്ങും അതൊരു അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ ഒരു ഡിറ്റാച്ച്മെന്റും ഉണ്ട് എന്നതാണ് അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടുകൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അരിസ്റ്റോട്ടലും അദ്ദേഹത്തിന്റെ ജനനം മരണം എവിടേക്കാണ് സ്ഥലങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, ലൈസിയം അദ്ദേഹത്തിന്റെ സ്കൂൾ അറിഞ്ഞിരിക്കുക, പിന്നെ ഏറെക്കുറെ നിങ്ങൾ ഇതിന്റെ ഫിലോസഫിക്കൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ചിന്തകളുടെ കോർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.